ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പായിരുന്നാലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നാലും അത് ഇനി പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിനോട് വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധുവും പറഞ്ഞതായ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ് ജ്ഞാനേഷ് കുമാർ. മറ്റ് രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരായിട്ടുള്ള വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധുവും അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ രീതിക്ക് എതിരാണ് എന്നുള്ളത് വ്യക്തം. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് സുഖ്ബീർ സിംഗ് സന്ധുവിനെയോ വിവേക് ജോഷിയെയോ ആ സ്ഥാനത്തേക്ക് പ്രധാനമായി പരിഗണിക്കാത്തത് എന്നതിന്റെ ഉത്തരം കൂടി വിളിച്ചോതുന്ന തരത്തിലാണ് എന്ന് ഇതിനെ വ്യാഖ്യാനിക്കാം. കാരണം ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് നടത്തേണ്ടതിന്റെ അനിവാര്യത പ്രതിപക്ഷത്തുള്ളവർ ഐക്യകണ്ഠേന പറയുകയാണ്. പഞ്ചാബിൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ BJP തകർന്നടിഞ്ഞു. മാത്രമല്ല സമയമെടുത്ത്, അതായത് 1-2 ദിവസമല്ല 3-4 ദിവസമെടുത്താണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പ്രക്രിയ തന്നെ പൂർത്തിയാക്കിയത്. ഇതിന് കാലതാമസമെടുക്കുമെന്നതൊഴിച്ചാൽ ഇത് ശരിയായ രീതിയാണ്. കാരണം നമുക്കറിയാം, ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും അതിന്റെ റിസൾട്ട് വരാൻ ദിവസങ്ങളോളം എടുക്കും. ഡെമോക്രാറ്റാണോ റിപ്പബ്ലിക്കാണോ അധികാരത്തിൽ വരിക എന്നുള്ളത് ദിവസങ്ങളോളം എടുത്താണ് റിസൾട്ടുകൾ വരുന്നത്. ഇന്ത്യ പോലെ ഒരു രാജ്യം ഇതുവരെയും വികസിച്ചിട്ടില്ല. ജനങ്ങളുടെ ജീവിത നിലവാരം ഇപ്പോഴും ദുരിതപൂർണ്ണമാണ്. ഇതുപോലൊരു രാജ്യത്ത് ഒരു രീതിയിലും EVM അനുവദിച്ചുകൂടാത്തതാണ്. EVM എന്ന് പറയുന്നത് തന്നെ കറപ്ഷനാണ്. അതിൽ ടാപ്പറിംഗ് നടക്കും. അതിൽ കൃത്യമായിട്ടുള്ള ഹാക്കിംഗ് പ്രോസസ്സുകളുണ്ട്. പല സോഫ്റ്റ്വെയറുകളും ഹാക്ക് ചെയ്യപ്പെടാൻ കഴിയുമെന്നുള്ളത് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധുവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ പിടിച്ച പിടിയാലെ തന്നെ നിൽക്കുകയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. കാരണം അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കൊടുത്ത വാക്കുണ്ട്. രാജ്യസഭയിൽ 1 കൊല്ലത്തിനകം പരമാവധി BJP അംഗങ്ങളെ തിരികെ കയറ്റണമെങ്കിൽ പല സംസ്ഥാനങ്ങളിലും BJP അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവയ്ക്കണം. ഏറ്റവും കൂടുതൽ MLA-മാരാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലയളവിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ ജനവിധിയാണെന്ന അനുമാനത്തിലെത്താൻ കഴിയില്ല. ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷണറുടെ വലിയ സഹായമാണ് എന്ന് വേണമെങ്കിൽ പറയാം.